ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സിസ്റ്റം ടോപ്പിക്സ് ആണ്. പവർ സിസ്റ്റം ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ ഇക്വേഷൻസും മറ്റുള്ള പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ, അതായത് വേവ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് വേവുകളെ കുറിച്ചാണ് ഈ സെഷൻ എടുക്കുന്നത്. ഓക്കെ, ട്രാവലിംഗ് വേവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ വേവ്സ് ഷുഡ് ട്രാവൽ അല്ലേ, വേവ്സ് ഷുഡ് ട്രാവൽ. അപ്പോൾ ഈ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് എപ്പോൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ സാധാരണ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, R, L, അതുപോലെ G, അതുപോലെ C. ഇതാണല്ലോ നമ്മുടെ സാധാരണ ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ലോങ് ലൈനിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്മിഷൻ ലൈൻ നിരവധി നമ്മുടെ ടവറുകളിലും മറ്റുള്ള സാധനങ്ങളും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം, അതായത് നമുക്ക് ടവറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ടവറുകൾ പ്ലേസ് ചെയ്യുമ്പോൾ ടവറുകളുടെ ഇവിടെ ലൈൻസ് ഉണ്ടാവും, ശരിയാണല്ലോ. നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് വയർ അല്ലെ, ഗ്രൗണ്ട് വയർ. ഈ ഗ്രൗണ്ട് വയറിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ പറഞ്ഞാൽ സാധാരണ വയറിന് തൊട്ട് മുകളിൽ വേറൊരു വയർ ഉണ്ടാവും, അത് ഗ്രൗണ്ട് വയർ. അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഗ്രൗണ്ട് വയർ ഉണ്ടാവും. എന്താണ് അതിൻ്റെ മെയിൻ പ്രൊട്ടക്ഷൻ, അതായത് ഇഫ് സപ്പോസ് എനി ലൈറ്റ്നിങ് ഹാപ്പൻസ്, ഇവിടെ നിന്ന് ലൈറ്റ്നിങ് വരുവാണെന്ന് വിചാരിക്കും, മിന്നൽ. ഓക്കെ, ലൈറ്റ്നിങ് വരുവാണെങ്കിൽ ആ ലൈറ്റ്നിങ്ങിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആക്ച്വലി ഗ്രൗണ്ട് വയർ. ഓക്കെ, ലൈറ്റ്നിങ്ങിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഗ്രൗണ്ട് വയർ. അപ്പോൾ ഇതിവിടെ തട്ടി പിന്നെ എന്ത് ചെയ്യും, പതുക്കെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഡിസ്പാച്ചായി പോകും അല്ലേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇഫ് എനി ലൈറ്റ്നിങ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് വയർ ആണ് നമ്മുടെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇത് എല്ലാ ലൈറ്റും അല്ലെങ്കിൽ ആ ലൈറ്റ്നിങ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകളും ഗ്രൗണ്ടിലേക്ക് തന്നെ പോകണം നിർബന്ധം ഇല്ല. ഓക്കെ, എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ലൈനുകളിലും ഇതിൻ്റെ കുറച്ച് ലൈറ്റ്നിങ് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത് ആക്ച്വലി ഇങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങളുടെ വയറിലേക്ക് വരുന്നതിന് ഡയറക്റ്റ് ലൈറ്റിങ്ങും, ഇങ്ങനെ ഈ വന്നു കഴിഞ്ഞുള്ള ചെറിയൊരു എഫക്റ്റ് കാരണം മറ്റുള്ള ലൈൻസിലുണ്ടാകുന്ന കാര്യങ്ങളെ വിളിക്കുന്നവരാണ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് അല്ലേ, ഇൻഡയറക്റ്റ് ലൈറ്റിനിങ് എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ടാകുമ്പോൾ മറ്റുള്ള ലൈനുകളിലും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന വോൾട്ടേജിനേക്കാൾ ഉയർന്ന വോൾട്ടേജ് അല്ലേ വരുന്നത്, കാരണം ലൈറ്റിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ യൂഷ്വൽ പ്രോസസ്സ്, അൺയൂഷ്വൽ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന സഡൻ റൈസ് ഇൻ വോൾട്ടേജിനേക്കാൾ ഉയർന്ന വോൾട്ടേജ് ലെവൽ കൂടും, അല്ലെങ്കിൽ സഡൻ റൈസ് ഇൻ വോൾട്ടേജ് ഉണ്ടാവും. ആ സഡൻ റൈസ് ഇൻ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി സർജ്. ഓക്കെ, അപ്പോൾ ലൈറ്റ്നിങ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ഫിനോമിനാണ് സർജ്. നമ്മൾ പഠിക്കാറില്ല, സർജസ് എന്ന് പറയാറില്ലേ, സർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർജ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ്നിങ് ആണ്. ലൈറ്റ്നിങ് കാരണമാണ് ഒരെണ്ണം. അപ്പോൾ അങ്ങനെയുള്ള സർജുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈറ്റ്നിങ് സർജസ്. അങ്ങനെയുള്ള സർജസിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ്നിങ് സർജസ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് സർജ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ സപ്പോസ് ഇറ്റ് ഈസ് ഹാവിങ് ഇനീഷ്യലി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോഡാണ് അത് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സഡൻലി ആ ലോഡിലൊരു ഡിക്ലൈൻ ഉണ്ടായി, ഓർ സഡൻലി ആ ലോഡിന് എന്തൊരു ഇൻക്രീസ് ഉണ്ടായി. അതായത് അവിടെ ആ ഉണ്ടായിരുന്ന ലോഡിൽ എന്തെങ്കിലും ഒരു ഫിനോമിന ഹാപ്പൻ ചെയ്തു, അതായത് സഡൻ ചേഞ്ച് ഇൻ ലോഡ് ഒക്കെ ചെയ്തു, ഐദർ ഡിക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഐദർ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്തു അല്ലേ. അപ്പോൾ സഡൻ ചേഞ്ച് ഇൻ ലോഡ് ഉണ്ടായി എന്നുള്ള ഫിനോമിന ഓർത്തിക്കുക. അപ്പോൾ സഡൻ ചേഞ്ച് ഇൻ ലോഡ് നിങ്ങൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ലാതെ ഒരു സഡൻ ചേഞ്ച് ഇൻ ലോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സർജസ് ഒക്കർ ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ലോഡിലുണ്ടാകുന്ന വേരിയേഷൻസിനെ വിളിക്കുന്നവരാണ് സ്വിച്ചിങ് സർജസ്. എന്താണ് അതിൻ്റെ പേര്, സ്വിച്ചിങ് സർജസ്. ക്ലിയർ. അപ്പോൾ രണ്ട് ടൈപ്പ് സർജസ് ഉള്ള, ലൈറ്റ്നിങ് സർജസും അതുപോലെ തന്നെ സ്വിച്ചിങ് സർജസും. ക്ലിയർ. അപ്പോൾ ഈ സർജസ് കൊണ്ടൊക്കെ നിങ്ങളുടെ വയറുകളിൽ എഫക്റ്റുകൾ അല്ലെങ്കിൽ ലൈൻസിൽ എഫക്ട്സ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി സർജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ രണ്ട് ടൈപ്പ് സർജുകൾ ഉണ്ടാവും. അപ്പോൾ സർജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഒരു
ഓവർ ഹെഡ് ലൈൻ എന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ ഓവർ ഹെഡ് ലൈനാണ്. ഈ ഓവർ ഹെഡ് ലൈനിലേക്ക് ലൈറ്റ്നിങ് വന്ന് പതിക്കുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ശരിയാണല്ലോ. അപ്പോൾ ഈ ലൈറ്റ്നിങ് വന്ന് പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ ലൈറ്റ്നിങ് സർജും സ്വിച്ചിങ് സർജും, ഇപ്പോൾ ലൈറ്റ്നിങ് കൊണ്ടാണ് ലൈറ്റ്നിങ് സർജസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സർജ് കാരണം അവിടെ ഒരു എനർജി ഉണ്ടാവുമല്ലോ. സർജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാവും. ആ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അതായത് ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഈ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വേവിൻ്റെ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ വേവിൻ്റെ ഷേപ്പിൽ ട്രാവൽ ചെയ്യുന്ന സർജസിനെ അല്ലെങ്കിൽ ആ ഒരു എനർജിയെ അല്ലെങ്കിൽ ആ ഒരു വേവിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ട്രാവലിംഗ് വേവ്സ്. ക്ലിയർ ആയോ? ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതാണ് ട്രാവലിംഗ് വേവിൻ്റെ കൺസെപ്റ്റ്. മനസ്സിലായി? അപ്പോൾ ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് സർജ് അല്ലെങ്കിൽ എനർജി ഒരു ലൈനിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതിനെയാണ് പോകുന്നത്. എങ്ങനെ? വേവിൻ്റെ ഷേപ്പുകളിൽ പോകുന്നതിനെയാണ് നമ്മൾ ട്രാവലിംഗ് വേവ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി അത് നമ്മളെ ലൈറ്റ്നിങ്ങിൻ്റെ കാര്യത്തിലാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ട്രാവലിംഗ് വേവിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ ട്രാവലിംഗ് വേവിൻ്റെ ഈ ഒരു ഫിനോമിനയിൽ പല കാര്യങ്ങളും ഒക്കെ അറിയാം. അതായത് നിങ്ങളിപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഓവർ ഹെഡ് ലൈനിൻ്റെ കേസിലാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഒരു ഓവർ ഹെഡ് ലൈനിൽ നിങ്ങൾ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡലിങ്ങിൽ നമുക്കറിയാം ആറും എല്ലും അതുപോലെ ജിയും സിയും ആണുള്ളത്. ഓക്കെ. ജനറലി നമ്മൾ ഈ 4 പാരാമീറ്റേഴ്സ് ലോങ് ലൈനിൽ കൺസിഡർ ചെയ്യും. ഓക്കെ. പക്ഷെ ജനറലി ചില സമയത്ത് ഈ ജി കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ. ജി കൺസിഡർ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ ജി കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഈ ആറും എന്ത് ചെയ്യാറ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അങ്ങനെ ആറും ജിയും ഇല്ലെങ്കിൽ വി ക്യാൻ മോഡൽ ദ നെറ്റ്വർക്ക് ലൈക്ക് എല്ലും സിയും അല്ലെങ്കിൽ എൽ സി മോഡലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോഡലിങ്ങിനെ കൊണ്ടുപോവാം. ഓക്കെ. അങ്ങനെ എൽ സി മോഡലിലേക്ക് കൊണ്ടുപോകാൻ വെച്ചാൽ അപ്പോൾ ലൈൻ എങ്ങനെ ഉണ്ടാവുക, ഇവിടെ വീണ്ടും ഒരു എൽ, പിന്നെ വീണ്ടും ഒരു സി, പിന്നെ വീണ്ടും ഒരു എൽ സി. അപ്പോൾ അങ്ങനെ എൽ സി കോമ്പിനേഷനുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെ എൽ സി കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ എന്ന് പറയുന്ന ആളാരാണ്, അത് നമ്മുടെ ഇൻഡക്ടറാണ്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കപ്പാസിറ്ററാണ് അല്ലേ. അതായത് 2 സാധനങ്ങളായാലും ഇൻഡക്ടറായാലും കപ്പാസിറ്ററായാലും എനർജി സ്റ്റോർ ചെയ്യും, പക്ഷെ ഡിഫറെൻറ്റ് ഫോമിലായിരിക്കും. അപ്പോൾ ബോത്ത് ഓഫ് ദം സ്റ്റോർ എനർജി ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഫോം. ഏതൊക്കെ ഫോമിലാണ്? ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോമിലാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോമിലും. അതുപോലെ തന്നെ കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോമിലാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമിലുമാണ്. ക്ലിയർ അല്ല? അപ്പോൾ അങ്ങനെ 2 ഡിഫറെൻറ്റ് ഫോംസിലാണ് എന്ത് ചെയ്യുന്നത്, എനർജി സ്റ്റോറേജ് നടക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ നേരത്തെ ഒരു ഫിനോമിന പറഞ്ഞിരുന്നു, അതായത് ഈ എനർജി ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ശരിയല്ലേ? അതായത് ഇവിടെ ഏത് എനർജിയാണ്? ഇവിടെ മാഗ്നറ്റിക് എനർജിയാണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ സിയിലേക്ക് ട്രാൻസ്ഫർ. അതായത് ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫർ നടക്കും. സിമിലർലി എന്ത് ചെയ്യും? ഈ കപ്പാസിറ്ററിന് ഈ അടുത്ത സെറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ടറിലേക്ക് എന്ത് ചെയ്യും, എനർജി ട്രാൻസ്ഫർ നടക്കും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, കപ്പാസിറ്ററിലേക്ക് എനർജി ട്രാൻസ്ഫർ. അങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ട്രാൻസ്ഫർ ആണ്. അതായത് അൾട്ടിമേറ്റ്ലി എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ സർജാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ സർജ് ട്രാവൽ ചെയ്യുന്ന ഏത് ഫോമിലാണെന്ന് പറഞ്ഞു? വേവ്സിൻ്റെ ഫോമിലാണ്. അതിനെയാണ് ട്രാവലിംഗ് വേവ്സ് എന്ന് പറയുന്നത്. ഇതും ട്രാവലിംഗ് വേവ്സിൻ്റെ എന്താണ്, കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ എൽ സി കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന ഈ വേവ് ട്രാവലിംഗ് അല്ലെങ്കിൽ വേവിൻ്റെ ഈ ഒരു ഫോം ഓഫ് മൂവ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, ട്രാവലിംഗ് വേവ് എന്ന് വിളിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഇതിങ്ങനെ പോവുമായിരുന്നു, എൽ സി കോമ്പിനേഷൻ ഇങ്ങനെ പോവും അല്ലേ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓവർ ഹെഡ് ലൈനിൻ്റെ കാര്യം ഉണ്ടല്ലോ അല്ലേ. ഇതാണ് ഓവർ ഹെഡ് ലൈൻ. ഈ ഓവർ ഹെഡ് ലൈനിൽ എവിടെയെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്കണ്ടിന്യൂറ്റി ഒക്കർ ചെയ്യുന്നത് ഇതിങ്ങനെ പോവുമായിരുന്നു. ഇതിങ്ങനെ ശരിക്കും അവിടെ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട്, പക്ഷേ ഇവിടെ എന്തോ ഒരു കാരണത്താൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഒക്കർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഒക്കർ ചെയ്യുന്ന പലതരത്തിൽ പറയാറുണ്ട്. അതായത് നിങ്ങൾ ഈ ഡിസ്കണ്ടിന്യൂ ഒക്കർ ചെയ്ത സ്ഥലത്ത് നിങ്ങളിവിടെ ഒരു കേബിളിനെ കൊണ്ട് കണക്ട് ചെയ്തു. ഇവിടെ എന്താ കണക്ട് ചെയ്തത്? നിങ്ങളൊരു കേബിളിനെ കൊണ്ട് കണക്ട് ചെയ്തു. അപ്പോൾ
അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂറ്റി ഒരു ഒക്കർ ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ ഇവിടെ ഒരു ഓവർ ഹെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഓവർ ഹെഡ് ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു കേബിളിനെ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു കേബിളിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഇമ്പിഡൻസുകൾ ഇവിടെ ഓവർ ഹെഡ് ലൈനിൻ്റെ ഇമ്പിഡൻസ് Z1 എന്നും കേബിളിൻ്റെ ഇമ്പിഡൻസ് Z2 എന്നും വിളിക്കുകയാണ്. ഓക്കെ, Z2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് യു ഓൾ നോ ദാറ്റ് ഏതിനാണ് സർജ് ഇമ്പിഡൻസ് കൂടുതൽ? നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സർജ് ഇമ്പിഡൻസ് ഏതിനാണ് കൂടുതൽ? സർജ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ZS = L/C. ശരിയാണല്ലോ. അതായത് L എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡക്റ്റൻസ് അല്ല, സീരീസ് ആയിട്ടുള്ള ഇൻഡക്റ്റൻസും, C എന്ന് പറഞ്ഞാൽ ഷണ്ട് കപ്പാസിറ്റൻസും. അപ്പോൾ ഏതിനാണ് അല്ലെങ്കിൽ ഏതിനാണ് സർജ് ഇമ്പിഡൻസ് കൂടുതൽ? നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം വരെ ചെയ്തു. ലൈനിൻ്റെ സർജ് ഇമ്പിഡൻസ് പറഞ്ഞാൽ 400 ഓമും നിങ്ങളുടെ കേബിളിൻ്റെ സർജ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഓമുമാണ്. ശരിയല്ലേ? അതായത് അപ്പോൾ ഇവിടെ സർജ് ഇമ്പിഡൻസ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? കപ്പാസിറ്റൻസ് കുറയണം അല്ലേ? അതായത് കപ്പാസിറ്റൻസ് കുറയുന്ന സ്ഥലത്താണ് സർജ് ഇമ്പിഡൻസ് എന്ത് ചെയ്തത്? കൂടുതൽ. അപ്പോൾ ലൈനിൻ്റെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ശരിയല്ലേ? ലൈനിൻ്റെ കപ്പാസിറ്റൻസ് ഓഫ് യുവർ ലൈൻ ഈസ് ലെസ്സർ കമ്പയർഡ് ടു കേബിൾ അല്ലേ? കേബിളിൻ്റെ നിങ്ങൾ കേബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈനിൻ്റെ കപ്പാസിറ്റൻസ് എന്താണ്? കുറവാണ്. അതായത് കപ്പാസിറ്റൻസ് ഓഫ് യുവർ കേബിൾ ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് 10 ടൈപ്സ് ആണ് അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ, വെരി മച്ച് ഗ്രേറ്റർ ദാൻ യുവർ ലൈൻ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പം ആ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിൻ്റെയും കേബിളിൻ്റെയും കാര്യങ്ങൾ രണ്ടെണ്ണം കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ലൈനിൻ്റെയും കേബിളിൻ്റെയും ഇടയിൽ, ഇത് നമ്മുടെ ലൈനും ഇത് നമ്മുടെ കേബിളുമാണ്, ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ എന്ത് ചെയ്തു? ഒക്കർ ചെയ്തു. ശരിയല്ലേ? അപ്പം ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് നമുക്ക് വിളിക്കാം. ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്, അതായത് ലൈനും കേബിളും തമ്മിലൊരു ചെറിയൊരു ഏരിയ വേർ ദ ഡിഫറൻസ് മേക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഇത് നിങ്ങളുടെ ഓവർ ഹെഡ് ലൈനിൻ്റെ അവസാനവും നിങ്ങളുടെ കേബിളിൻ്റെ തുടക്കവും ആ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പോയിന്റിന് ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ കേബിളിൻ്റെ കപ്പാസിറ്റൻസ് കൂടുതലാണ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളെ സർജ് ഇമ്പിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലൈനിൻ്റെ സർജ് ഇമ്പിഡൻസ് കൂടുതലായിരിക്കും. അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പോയിന്റിനെ ഞാൻ വിളിച്ചു ഇതെന്താണ്? ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്. വാട്ട് ഹാപ്പൻസ്, നിങ്ങളിവിടെ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു ലൈനിനെ ബേസ് ചെയ്ത് ഒരു ലൈനിന് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ലൈൻ ഇവിടെ വരുന്ന ഈ ഒരു വേവിനെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇൻസിഡൻറ്റ് വേവ് എന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇൻസിഡൻറ്റ് വേവ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് എനർജി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റിൽ എത്തുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പോയിന്റിൽ നിന്ന് കുറച്ച് പോർഷൻ അല്ലെങ്കിൽ ഭൂരിഭാഗം പോർഷനും എന്ത് ചെയ്യും? ഇവിടെ ട്രാൻസ്മിറ്റഡ് ആയിട്ട് പോവും. ഓക്കെ, ട്രാൻസ്മിറ്റഡ് എനർജി ആയിട്ട് എന്ത് ചെയ്യും? ഇവിടെ അടുത്ത എൻഡിലേക്ക് പോവും. പക്ഷെ കുറച്ച് വേവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ തിരിച്ചു പോവും. ഇതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് എനർജി. റിഫ്ലക്റ്റഡ് എനർജി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇവിടെ എനർജി വരും, അതിൽ കുറേ ഭാഗം എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്ത് കേബിളിലേക്കോ, പിന്നെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു ഫിനോമിനയെ കുറിച്ച് പഠിക്കുന്ന ഇതാണ് നമുക്ക് ട്രാൻസ്മിഷനും റിഫ്ലക്ഷനും ഫിനോമിന. ഓക്കെ, ട്രാൻസ്മിഷൻ നമ്മുടെ ഇനി പഠിക്കാൻ പോകുന്നതാണ് ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ. ഓക്കെ, ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് യുവർ വേവ്സ്. ട്രാൻസ്മിഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് യുവർ വേവ്സ്. ഓക്കെ, അതിലെ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് അറ്റ് ദ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് വിളിക്കാം, ഓഫ് യുവർ ഓവർ ഹെഡ് ലൈൻ ആൻഡ് കേബിൾ. ക്ലിയർ? ആ ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ, ഓവർ ഹെഡ് ലൈനിൻ്റെയും കേബിളിൻ്റെ ആ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ലൈനും ഒരു കേബിളും കൃത്യമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം.
ഇപ്പോൾ ഇതാണ് ഓവർ ഹെഡ് ലൈൻ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ കേബിള്. ഓക്കെ, ഇതാണ് നമ്മുടെ കേബിള്. ഇതിന് രണ്ടിനും നമ്മൾ 2 ഇമ്പിഡൻസുകൾ മാർക്ക് ചെയ്യുവാണ്. ഒന്ന് നിങ്ങളുടെ ഇമ്പിഡൻസ് ഓഫ് യുവർ ലൈനും ഇമ്പിഡൻസ് ഓഫ് യുവർ കേബിളും. ഓക്കെ, അപ്പോൾ ഇനി മുതൽ മനസ്സിലാവാൻ വേണ്ടി ഇതിനെ ഞാൻ Z1 എന്നും ഇത് ഞാൻ Z2 എന്നും വിളിക്കുന്നു. ഈ പോയിൻ്റാണ് നിങ്ങളുടെ എന്ത് പോയിൻ്റ്? ദിസ് പോയിൻ്റ് ഈസ് യുവർ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ്. ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ലൈറ്റ്നിങ് വന്ന് ഒക്കർ ചെയ്തു, ഈ ലൈനിലേക്ക് ഒരു ലൈറ്റ്നിങ് വന്ന് ഒക്കർ ചെയ്തതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേവ് എന്ത് ചെയ്യും? ഇൻസിഡൻ്റ് ആയിട്ട് പോവും. കുറേ ഭാഗം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ആയിട്ട് പോവും. കുറേ ഭാഗം എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഇൻസിഡൻറ്റിൻ്റെയും റിഫ്ലക്ഷൻ്റെയും കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസിഡൻറ്റ് റിഫ്ലക്റ്റ് അല്ല, നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെയും റിഫ്ലക്ഷൻ്റെയും അതുപോലെ തന്നെ ഈ ഇൻസിഡൻറ്റിൻ്റെയും കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്റർ വോൾട്ടേജും കറണ്ട് എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് നിങ്ങൾ കൊടുക്കുന്ന ഇൻസിഡൻറ്റ്, അതായത് 2, 3, 4 ഇക്വേഷൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇൻസിഡൻറ്റ് വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് കൊടുത്തു, അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിന് റിഫ്ലക്റ്റഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങളിപ്പോൾ ഇൻസിഡൻറ്റ് കറണ്ട് കൊടുത്തു, അപ്പോൾ ഇൻസിഡൻറ്റ് കറണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കറണ്ട് എത്ര, ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന കറണ്ട് എത്ര, ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ആ ഒരു കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 4 ഫോർമുല ഉണ്ട്. ആ 4 ഫോർമുല നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്മിറ്റഡ് കറണ്ടും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റർ നമുക്ക് നോക്കണം, വോൾട്ടേജും നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡീൽ ചെയ്യാം. നമുക്ക് ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിനെ കുറിച്ച്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് അറിയേണ്ടത്. 2 × Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 ഇൻറ്റു ട്രാൻസ്മിറ്റർ വോൾട്ടേജ് അല്ലേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിച്ചാൽ റൈറ്റ് സൈഡിൽ മൊത്തം ഇൻസിഡൻറ്റ് ഫാക്ടറുകളായിരിക്കും. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് വോൾട്ടേജ് ആണ്. എന്താണ് ഇൻസിഡൻറ്റ് വോൾട്ടേജ്? അടുത്തത് ട്രാൻസ്മിറ്റഡ് കറണ്ട് ഈക്വൽ ടു 2 × Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 ഇൻറ്റു യുവർ ഇൻസിഡൻറ്റ് കറണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത കറണ്ട് എത്ര കാണുമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു ഫാക്ടറിനെ കൊണ്ട് ഇൻസിഡൻറ്റ് കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ട്രാൻസ്മിറ്റർ വോൾട്ടേജ് എത്ര കാണുമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഫാക്ടറിനെ കൊണ്ട് ഇൻസിഡൻറ്റ് വോൾട്ടേജിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സിമിലർലി റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈക്വൽ ടു, ഇനി റിഫ്ലക്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Z2 മൈനസ് Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് കറണ്ട് കാണണം. റിഫ്ലക്റ്റഡ് കറണ്ട് ഈസ് ഈക്വൽ ടു Z1 മൈനസ് Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. സോ ഇക്വേഷൻസ് ഒന്ന് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോളൂ. എല്ലാത്തിൻ്റെയും ഒന്നും വേറെ പരിപാടിയൊന്നുമില്ല. ഇതിലെല്ലാത്തിനും ഡിനോമിനേറ്ററിൽ Z1 പ്ലസ് Z2 ആണ്. അപ്പോൾ അത് പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ Z2 ആണ്, ഇവിടെ കറണ്ട് ആകുമ്പോൾ Z1. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് വോൾട്ടേജുള്ള Z2 മൈനസ് Z1. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് കറണ്ട് ആകുമ്പോൾ Z1 മൈനസ് Z2. ക്ലിയർ? അത് മാത്രം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പം എപ്പോഴും ആ ഒരു ഫാക്ടേഴ്സ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ഓരോ വാല്യൂസ് തന്നിട്ട് ഇങ്ങനെ ചോദിക്കും. അതായത് കോഫിഷ്യന്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് വോൾട്ടേജ് വേവ് എന്താണ്, കറണ്ട് വേവ് എന്താണെന്നൊക്കെ ചോദ്യം ചോദിക്കാം. നമുക്കത് ചെയ്യാം. എന്തായാലും ഇപ്പോൾ അനലൈസ് ചെയ്ത് വെക്കുക.
ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടുത്തെ Z1 എന്ന് പറഞ്ഞാൽ ആരാണ്? Z1 എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ ഇമ്പിഡൻസും Z2 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇമ്പിഡൻസുമാണ്? കേബിളിൻ്റെ ഇമ്പിഡൻസുമാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഓരോരോ പോയിന്റുകൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ആദ്യത്തെ കേസിൽ നിങ്ങൾ ട്രാൻസ്മിഷൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വോൾട്ടേജ് ആണ് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ വോൾട്ടേജിൽ അല്ലെങ്കിൽ ഈ വോൾട്ടേജിൻ്റെ ഈ ഒരു ഫാക്ടറിൽ ഇവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെ കൃത്യമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. ദീസ് ആർ കോൾഡ് ആസ് കോഎഫിഷ്യൻസ്. ഓക്കെ, ഈ 4 എണ്ണം എന്താണ്? കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് വോൾട്ടേജ് വേവ്. ഓക്കെ, വോൾട്ടേജ് വേവിൻ്റെ ട്രാൻസ്മിഷൻ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2 × Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ശരിയാണല്ലോ? അടുത്തത് ഇതുപോലെ തന്നെ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് കറണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് കറണ്ട് വേവ്. ശരിയല്ലേ? ട്രാൻസ്മിഷൻ തന്നെയല്ല ആദ്യത്തെ രണ്ടെണ്ണം. കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇവിടെ വോൾട്ടേജ് വേവിന് മാത്രം പകരം എന്ത് ചെയ്യുക? കറണ്ട് വേവ് എന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് വേവ് എന്ന് പുട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 കറണ്ട് വേവ് എന്ന് പറയുമ്പോൾ 2 ഈ Z2 മാറിയിട്ട് എന്താവും? Z1 ആവും. സോ ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ക്ലിയർ? ദെൻ അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് യുവർ വോൾട്ടേജ് വേവ്. വോൾട്ടേജ് വേവിൻ്റെ റിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. വോൾട്ടേജ് വേവിൻ്റെ റിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ Z2 മൈനസ് Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് യുവർ കറണ്ട് വേവ്. കറണ്ട് വേവിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി Z1 മൈനസ് Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ഓക്കെ, ഈ ഓരോ വാല്യൂവും ചിലപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ട്രാൻസ്മിഷനും റിഫ്ലക്ഷനും ഒക്കർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ സർജ് ഇമ്പിഡൻസിലുള്ള മാറ്റങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ഒക്കർ ചെയ്യുന്നത്. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? Z2 Z1 മാറ്റങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് ഏതൊക്കെയാണ് നെഗറ്റീവ് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. നമുക്കറിയാലോ, Z1 എന്ന് പറഞ്ഞാൽ ലൈനാണ്. അത് എത്രയാണ്? 400 Ω ആണ്. Z2 എന്ന് പറഞ്ഞാൽ 40 Ω ആണ്. അതായത് എന്താണ്? കേബിളാണ്. അപ്പോൾ ഏതാണ് കൂടുതൽ? Z1 ആണ് കൂടുതൽ. ശരിയല്ലേ? Z1 ആണ് കൂടുതൽ. ഇതിപ്പോൾ നമുക്ക് Z2ഉം Z1 രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് രണ്ടിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതിൽ ഒരു ടേം മാത്രം നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ഓക്കെ, ഇതിലൊരു ടേം നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, റിഫ്ലക്ഷൻ ഓഫ് വോൾട്ടേജ് വേവിൻ്റെ വാല്യൂ എന്താ? Z1 എന്ന് പറയുന്നത് 400ഉം Z2 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ 40 മൈനസ് 400 നെഗറ്റീവ് ടൈം ആയില്ലേ? ഇതാണ് നിങ്ങളുടെ നെഗറ്റീവ് വാല്യൂ വരുന്ന സാധനം. ബാക്കി ഇപ്പുറത്ത് നോക്കുന്നത് Z1 മൈനസ് Z2. Z1 എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പോൾ എന്താണ്? പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുന്ന ഒരു കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് യുവർ വോൾട്ടേജ് വേവ്. വോൾട്ടേജ് വേവിൻ്റെ റിഫ്ലക്ഷനാണ് ഒരു നെഗറ്റീവ് വാല്യൂ എന്ത് ചെയ്യാറ്? ഒക്കർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെഗറ്റീവ് വാല്യൂ ഒക്കർ ചെയ്യുന്ന ടേം ഏതാണെന്ന് ചോദിച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് യുവർ വോൾട്ടേജ് വേവ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ Z1 Z2 എന്തെങ്കിലും മാറ്റങ്ങൾ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. എല്ലാ ഇക്വേഷനും ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ Z1 Z2 എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അല്ലെ സർജ് ഇംപെഡൻസിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ മാത്രമേ നമുക്ക് കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. അല്ലേ? ഇഫ് സപ്പോസ് നിങ്ങളുടെ Z2ഉം Z1ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കും. Z2ഉം Z1ഉം ഈക്വൽ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താവും? Z2ഉം Z1ഉം ഈക്വൽ ആണ്. അപ്പോൾ Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z1. അപ്പോൾ Z1 അല്ലെങ്കിൽ ഇത് Z2 പറഞ്ഞ് നിങ്ങൾ Z1 കൊടുക്കുക. ഓക്കെ, കോഴ്സിൻ്റെ ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് രണ്ടായാലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ
എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും 2 ഇൻറ്റു Z2/Z1 പ്ലസ് Z2. ഇദ്ദേഹത്തിൻ്റെ കേസിൽ വോൾട്ടേജ് വേവ് ആണെങ്കിൽ ഇനി ഇതിന് പകരം കോഴ്സിൻ്റെ ട്രാൻസ്മിഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 2 ഇൻറ്റു Z1/Z1 പ്ലസ് Z2. ശരിയല്ലേ? അപ്പോൾ ഈ Z2 ഈക്വൽ ടു Z1 ആവുന്ന കേസിൽ ഇതിന് പകരം നിങ്ങൾ Z1 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു Z1/Z1 പ്ലസ് Z1. അപ്പോൾ 2Z1. ഉത്തരം എത്ര കിട്ടും? 1. ശരിയല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്തായി? ട്രാൻസ്മിറ്റർ വോൾട്ടേജ് ഈക്വൽ ടു 1 ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ശരിയല്ലേ? ഇനി ഇതിന് പകരം നിങ്ങളുടെ ട്രാൻസ്മിറ്റർ കറണ്ട് എടുക്കുന്നതായിരിക്കും. കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയല്ലേ? ശരിയല്ലേ? കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ Z1 കൊടുത്ത എങ്ങനെ തന്നെ. അപ്പോൾ ട്രാൻസ്മിറ്റഡ് കറണ്ട് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. ക്ലിയർ? ഇനി അടുത്തത് രണ്ടാമത്തെ ടെർമിനോളജി റിഫ്ലക്ഷനാണ് അല്ലേ? റിഫ്ലക്ഷൻ ഓഫ് യുവർ വോൾട്ടേജ് വേവ്. റിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ വോൾട്ടേജ് വേവ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് വേവിൻ്റെ റിഫ്ലക്ഷൻ ഇക്വേഷൻ ആണെന്ത്? Z2 മൈനസ് Z1 Z1 പ്ലസ് Z2. അത് ഏതിൻ്റെയാണ്? വോൾട്ടേജ് വേവിൻ്റെയാണ്. ഇനി ഇതിൻ്റെ കറണ്ട് വേവ് ആണ് എടുക്കുന്നതെങ്കിലോ Z1 മൈനസ് Z1 പ്ലസ് Z2. അപ്പോൾ രണ്ട് തന്നെ ആയാലും നിങ്ങളോട് Z1ഉം Z2ഉം ഈക്വൽ ആവുന്ന കണ്ടീഷൻസ് ആണ് ചോദിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത് Z1 Z2 ഈക്വൽ ആണെന്ന് ഇത് 0 ആയി പോവും, ഇതും എന്താവും? 0 ആവും. അപ്പോൾ യുവർ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈക്വൽ ടു 0 ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. അതുപോലെ തന്നെ യുവർ റിഫ്ലക്റ്റഡ് കറണ്ട് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ അനാലിസിസ്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് നിങ്ങളുടെ ലൈനിൻ്റെ ഇമ്പഡൻസും നിങ്ങളുടെ കേബിളിൻ്റെ ഇമ്പഡൻസും ഈക്വൽ ആണെങ്കിൽ യു ആർ ഹാവിങ് സർട്ടൻ റിലേഷൻസ്. എന്തൊക്കെയാണ് റിലേഷൻസ്? നിങ്ങളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും എത്ര ഉത്തരം കിട്ടുന്നത്? 1. അപ്പോൾ എഴുതി വയ്ക്കുക. ഇഫ് Z2 ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഇതാണ് ചോദിക്കുക. ഇഫ് Z2 ഈക്വൽ ടു Z1, കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ എത്രയാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഈക്വൽ ടു 1. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ടു 0. ഓക്കെ. ഈ രണ്ട് കേസും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്മിറ്റർ വോൾട്ടേജും റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഇക്വേഷൻ എന്താ വരിക? യുവർ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് ഓർ കറണ്ട്, വോൾട്ടേജ് ആവാം കറണ്ട് ആവാം അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻസിഡൻറ്റ് വോൾട്ടേജ് ഓർ കറണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഓർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻസിഡൻറ്റ് ഇറ്റ് വിൽ ബി 0 അല്ലേ? റിഫ്ലക്റ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0. കാരണം നിങ്ങൾക്ക് ഇൻസിഡൻറ്റ് വോൾട്ടേജ് മൾട്ടിപ്ലൈ ബൈ 0 ഇൻറ്റു അതാണ് വരുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ക്ലിയർ ആയില്ല? അപ്പോൾ റിഫ്ലക്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു ഇൻസിഡൻറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് കറണ്ട് ഈക്വൽ ടു 0 ആണ് വരിക. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 1. ഓക്കെ അല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ട്രാൻസ്മിറ്റർ വോൾട്ടേജും ട്രാൻസ്മിറ്റർ കറണ്ടിൻ്റെയും ഇക്വേഷൻസ്, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് റിഫ്ലക്റ്റഡ് കറണ്ടിൻ്റെയും ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരോ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. ആ കണ്ടീഷനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. ഇത് ഒന്നാമത്തെ കണ്ടീഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കണ്ടീഷനാണിത്. നമ്മൾ പറയുന്നത് Z2 ഈക്വൽ Z1 ആകുമ്പോൾ എന്തൊക്കെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷനും. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈൻ ഓപ്പൺ സർക്യൂട്ടഡ് ആവുക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഈസ് ഓപ്പൺ സർക്യൂട്ടഡ് ഓവർ ഹെഡ് ലൈൻ. നിങ്ങളുടെ ഓവർ ഹെഡ് ലൈനിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ എവിടെയാണ്? അറ്റ് ദ എൻഡ്. ഓക്കെ, എൻഡിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാധാരണ ഓവർ ഹെഡ് ലൈനിൻ്റെ അവസ്ഥ. ഈ ഓവർ ഹെഡ് ലൈന് സർജ് ഇംപെഡൻസ് എത്രയാണ്? Z1 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ്നിങ് വരുന്നുണ്ട്, അതൊക്കെ കാണിക്കാം. ഇവിടെ നിങ്ങളുടെ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ കേബിളില്ല. കേബിളിന് പകരം ഇതെന്താണ്? ഇത് ഓപ്പൺ സർക്യൂട്ടഡായി. ഇതെന്തായി മാറി? ഇത് ഓപ്പൺ സർക്യൂട്ടഡായി മാറി.
ഓപ്പൺ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് 0, ഇമ്പിഡൻസ് ഇൻഫിനിറ്റി അല്ലേ? ഇവിടുത്തെ ഇമ്പിഡൻസ് ആരാണ്? Z2 അല്ലേ? കേബിളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ കേബിളിലൂടെയുള്ള കറണ്ട് 0, നിങ്ങളുടെ ഇമ്പിഡൻസ് എന്താണ്? ഇൻഫിനിറ്റിയും ആണ്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ട് ഓവർ ഹെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കേബിളിൻ്റെ ഇമ്പിഡൻസ് എന്താണ്? ഇൻഫിനിറ്റി. അപ്പോൾ ലൈനിൻ്റെ ഇമ്പിഡൻസ് എന്ത് തന്നെയാണ്? Z1, പക്ഷേ കേബിളിൻ്റെ ഇമ്പിഡൻസ് എന്താണ്? ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് Z2 വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ വോൾട്ടേജും ട്രാൻസ്മിറ്റഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻസ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ് നമുക്ക് രണ്ടെണ്ണം നോക്കാം. നമുക്ക് ട്രാൻസ്മിറ്റഡ് വോൾട്ടേജിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ട്രാൻസ്മിറ്റർ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അല്ലേ? ട്രാൻസ്മിറ്റർ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 അല്ലേ? അതുപോലെ തന്നെ ട്രാൻസ്മിറ്റർ കറണ്ടിൻ്റെ ഇക്വേഷനോ? ട്രാൻസ്മിറ്റഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ, കറണ്ട് ഈക്വൽ ടു 2 × Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ഇൻറ്റു ഉണ്ടേ, അത് മറക്കരുത്. ഇത് ഇൻസിഡൻറ്റ് വോൾട്ടേജ്, ഇത് ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്, അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലക്റ്റഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Z1 മൈനസ് Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Z2 മൈനസ് Z1 അല്ലേ? Z2 മൈനസ് Z1 ആണ്. ഇക്വേഷൻസ് നല്ല കറക്റ്റായിട്ട് നോക്കണേ, കാരണം അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പ്രശ്നങ്ങളാവും. അപ്പോൾ ഇക്വേഷൻസ് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി Z1 മൈനസ് Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. ക്ലിയർ? ഇത്രയും പോയിൻറ്റ്സ് അറിയാമല്ലോ അല്ലേ? നമുക്ക് ഇനി ഈ കണ്ടീഷൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ വോൾട്ടേജിൻ്റെ ഇത് കാണലാണ് അല്ലേ? ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഡാഷ് ടൈംസ് യുവർ ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ഇൻസിഡൻറ്റ് വോൾട്ടേജിന് എത്ര ടൈംസ് ആണെന്നുള്ളതാണ് ചോദ്യം. എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? Z2 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് നമ്മളെല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ Z2 ഈക്വൽ ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇവിടെ നിങ്ങൾ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യണം, ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റി അപ്ലൈ. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ എൽ ഹോസ്പിറ്റൽ റൂള്, നമ്മൾ പണ്ടത്തെ പഠിച്ച എൽ ഹോസ്പിറ്റൽ റൂള് നമ്മൾ ചെയ്യണം. അതായത് നിങ്ങളുടെ ഡിനോമിനേറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു Z2. Z2നെ വിത്ത് റെസ്പെക്ട് ടു നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുക. d/dZ2 ഓഫ് 2Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2 എടുക്കണം. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഉള്ള ഫോമിനെ നമ്മൾ മാറ്റണം അല്ലേ? അപ്പോൾ Z2നെ വിത്ത് റെസ്പെക്ട് ടു എടുത്തു കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് Z1ന് ഡെറിവേറ്റീവ് ഇല്ല അല്ലേ? Z2 ഡിഫറൻഷ്യേറ്റ് 2 × 1 ഡിവൈഡ് ബൈ 0 പ്ലസ് 1, അതായത് ഉത്തരം എത്ര കിട്ടും? 2. ക്ലിയർ? അപ്പോൾ ഉത്തരം വിൽ ബി 2. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് കാണാം. ഓക്കെ, റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഡാഷ് ടൈംസ് യുവർ ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ഓക്കെ, റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഈക്വൽ ടു ഡാഷ് ടൈംസ് യുവർ ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ഇതാണ് അല്ലേ? Z2 മൈനസ് Z1, അതായത് Z2ന് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, അപ്പോൾ ഉത്തരം എന്താവും? ഇതേപോലെ തന്നെ ആവും. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് Z2 കൊണ്ട് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. Z2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 മൈനസ് 0 ഡിവൈഡ് ബൈ 0 പ്ലസ് 1, ഉത്തരം എത്രയാണ്? 1. സോ യു വിൽ ബി ഗെറ്റിംഗ് 1. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ആരെ കാണണം? ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇത് കിട്ടി, ഇതും കിട്ടി. ഇനി അടുത്ത ഏതാ? ഇത് എന്താണ്? ട്രാൻസ്മിറ്റഡ് കറണ്ട് അല്ലേ? അപ്പോൾ ട്രാൻസ്മിറ്റഡ് കറണ്ട് കാണണം. ട്രാൻസ്മിറ്റഡ് കറണ്ട് ഈസ് ഈക്വൽ ടു ഡാഷ് ടൈംസ് ഇൻസിഡൻറ്റ് കറണ്ട്. ഇതാണല്ലോ കിട്ടേണ്ടത് അല്ലേ? അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ നിങ്ങളുടെ
നമുക്കറിയാം നമ്മൾ ഓപ്പൺ സർക്യൂട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ റിഫ്ലക്റ്റഡ് കറണ്ട് എന്തായല്ല? 0 അല്ല. ഓക്കെ, റിഫ്ലക്റ്റഡ് കറണ്ട് 0 ആവില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇതാ ട്രാൻസ്മിറ്റഡ് കറണ്ട് ഡാഷിൻ്റെ ഇൻസിഡൻറ്റ് കറണ്ട് അല്ല, കാരണം Z2 ആണ് ഇൻഫിനിറ്റി. അപ്പോൾ 1/, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. Z2 നിങ്ങളുടെ എന്താണ്? ഇൻഫിനിറ്റി. 1/∞ 0. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങളുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ Z2 തന്നെ എടുക്കുക. അപ്പോൾ Z2 തന്നെ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 0 - 1 / 0 + 1. അപ്പോൾ ഉത്തരവാദിത്തം വരും -1. എല്ലാ ഹോസ്പിറ്റൽ റൂൾ തന്നെയാണ് എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? -1. ക്ലിയർ? എല്ലാത്തിലും ∞/∞ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് യുവർ ആൻസർ. ക്ലിയർ? അപ്പോൾ 4 കോഎഫിഷ്യൻസ് നിങ്ങൾക്കത് കിട്ടുമല്ലോ. 4 കോഎഫിഷ്യൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ടഡ് ഓവർ ഹെഡ് ലൈൻ്റെയും കാണണം. എന്താണ് ഷോർട്ട് സർക്യൂട്ടഡ് ഓവർ ഹെഡ് ലൈൻ? ഷോർട്ട് സർക്യൂട്ടഡ് ഓവർ ഹെഡ് ലൈനെ എവിടെയാണ് കാണേണ്ടത്? എൻഡിൽ തന്നെ അല്ലേ, ഒരു ലൈനിൻ്റെ എൻഡിൽ തന്നെയാണ് ഷോർട്ട് സർക്യൂട്ടഡ് ഓവർ ഹെഡ് ലൈൻ്റെയും കാണേണ്ടത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടഡ് ഓവർ ഹെഡ് ലൈൻ എന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് വെച്ചാൽ നമുക്കറിയാം കറണ്ട് ഇൻഫിനിറ്റി ആയിരിക്കും, പക്ഷേ ഇമ്പിഡൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് 0. അതായത് നിങ്ങളൊരു ഓവർ ഹെഡ് ലൈനാണ് ഇതെങ്കിൽ ഇങ്ങോട്ടേക്ക് നിങ്ങളെ ലൈറ്റ്നിങ് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഷോർട്ടായി പോകും. അതായത് ഇവിടുത്തെ എന്താണ്? ഇവിടെ Z2 എന്താണ്? 0. ഇപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ Z2 0 ആണ്. അപ്പോൾ Z2 0 ആണെങ്കിൽ നേരത്തെ പോലെ ചെയ്ത് നോക്കുക. ട്രാൻസ്മിറ്റർ വോൾട്ടേജ് Z2 0. അപ്പോൾ ട്രാൻസ്മിറ്റർ വോൾട്ടേജ് = 0. ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് = 0. അപ്പോൾ നിങ്ങൾ ട്രാൻസ്മിറ്റർ വോൾട്ടേജ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ചോദിച്ചെങ്കിൽ എത്ര വരും? ഈ കേസിൽ എത്രയായിരിക്കും? 0 അല്ലേ. അപ്പോൾ അതങ്ങനെ അത് നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഇതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എടുക്കും? Z2 0 അല്ലേ. അപ്പോൾ ട്രാൻസ്മിറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ Z2-ന് 0 കൊടുക്കുക. അപ്പോൾ Z2 0 അല്ലേ. അപ്പോൾ 2 × Z1 / Z1. അപ്പോൾ Z1 കട്ടായി പോകും. ഉത്തരം 2 അല്ലേ. അപ്പോൾ ട്രാൻസ്മിറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 × ഇൻസിഡൻറ്റ് കറണ്ട്. അടുത്തത് റിഫ്ലക്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഡാഷ് × ഇൻസിഡൻറ്റ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഇവിടെയും Z2 0 കൊടുക്കുക. അപ്പോൾ Z2 0 കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇവിടെ 0 കൊടുക്കുക. അപ്പം ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ -Z1/Z1, അതായത് -1 വരും. അതായത് എന്ത് വരും? -1. അപ്പോൾ -1 ഇൻസിഡൻറ്റ് വോൾട്ടേജ് വരും. ലാസ്റ്റ് വൺ നിങ്ങളുടെ റിഫ്ലക്റ്റഡ് കറണ്ട്. ഓക്കെ, റിഫ്ലക്റ്റഡ് കറണ്ട് വിൽ ബി ഈക്വൽ ടു ഡാഷ് ടൈംസ് ഇൻസിഡൻറ്റ് കറണ്ട്. എത്ര ടൈംസ് ഇൻസിഡൻറ്റ് കറണ്ട് ആണെന്ന് നോക്കാം. ഡാഷ് ടൈംസ് ഇൻസിഡൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z2 അഗൈൻ 0 കൊടുക്കുക. അപ്പോൾ Z2 0 കൊടുക്കുമ്പോൾ ഇത് 2 0 1 Z1/Z1 ഉത്തരം 1. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് ചെയ്യാം. ഇക്വേഷൻ അറിഞ്ഞിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക? ഓരോന്നോരോന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ഞാൻ വേണമെങ്കിൽ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റാം. ആ ടേബിൾ ഫോം പഠിച്ചാലും മതിയാവും. ഓക്കെ, ടേബിൾ ഫോം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാവും കുറച്ചും കൂടി ബെറ്റർ ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്ത് പോവാം. ആ 4 ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഈസി അനാലിസിസിലേക്ക് എന്ത് ചെയ്യാം? പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ടേബിൾ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ ഫോമിലേക്കൊന്ന് നോക്കാം. നമുക്ക് 3 കണ്ടീഷനുകളാണ് പഠിക്കാനുള്ളത് അല്ലേ. 3 കണ്ടീഷനുകളും 4 വാല്യൂസും. ഓക്കെ, 3 കണ്ടീഷനുകളും 4 വാല്യൂസുമാണ് എന്ത് ചെയ്യാനുള്ളത്? അനലൈസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത്
ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് നമുക്ക് എഴുതാം. ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ്, ഇവിടെ റിഫ്ലക്റ്റഡ് വോൾട്ടേജ്, ഇവിടെ ട്രാൻസ്മിറ്റഡ് കറണ്ട്, ഇവിടെ റിഫ്ലക്റ്റഡ് കറണ്ട്. നമുക്ക് ഓരോരോ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റത്ത്, അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഓവർഹെഡ് ലൈൻ. ഓവർഹെഡ് ലൈനിൻ്റെ ജംഗ്ഷനിൽ ഉള്ള ഇക്വേഷൻ എന്താണ്? ഇതെല്ലാത്തിൻ്റെ കൂടിയും ഇത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ അറിയാമല്ലോ. അതായത് ട്രാൻസ്മിറ്റർ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇതാണെങ്കിൽ അതും കൂടി ഒന്ന് ഇവിടെ എഴുതി വയ്ക്കാം, പിന്നെ വേറെ കൺഫ്യൂഷൻസ് വരുന്നില്ല. ഈക്വൽ ടു ഡാഷ് ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതിയല്ലോ. ഈക്വൽ ടു ഡാഷ് ഇൻറ്റു ഇൻസിഡൻറ്റ് വോൾട്ടേജ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. അതുപോലെ തന്നെ ഈക്വൽ ടു ഡാഷ് ഇൻറ്റു ഇൻസിഡൻറ്റ് കറണ്ട്. ക്ലിയർ? ഇനി ഓരോന്ന് നോക്കാം. ഫസ്റ്റത്, അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഓവർഹെഡ് ലൈൻ. ഓവർഹെഡ് ലൈനിൻ്റെ ജംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം 2Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ഇവിടെ എന്താണ്? ഇവിടെ Z2 മൈനസ് Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ട്രാൻസ്മിറ്റർ കറണ്ടിൻ്റെ ഇക്വേഷനോ 2 ഇൻറ്റു Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. റിഫ്ലക്റ്റഡ് കറണ്ട് ഇക്വേഷൻ Z1 മൈനസ് Z2 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z2. ഇനി ഓരോ കണ്ടീഷൻ എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് ഓപ്പൺ സർക്യൂട്ടഡ് ലൈൻ. ഓപ്പൺ സർക്യൂട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ Z2 ഇൻഫിനിറ്റി. അപ്പോൾ Z2 ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഉത്തരം 2, ഇവിടെ ഉത്തരം 1, ഇവിടെ ഉത്തരം 0, ഇവിടെ ഉത്തരം -1. ഇനി അടുത്തത്, അറ്റ് ദ എൻഡ് ഓഫ് ഷോർട്ട് സർക്യൂട്ടഡ് ലൈൻ. ഷോർട്ട് സർക്യൂട്ടഡ് ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? Z2 0. അപ്പോൾ Z2 0 കൊടുക്കുമ്പോൾ ഉത്തരങ്ങൾ എത്ര വരും? 0, -1, 2, 1. ക്ലിയർ? അപ്പോൾ കൃത്യമായിട്ട് അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഒറ്റയൊന്ന് ഇവിടെ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് പഠിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ സ്കോർ ചെയ്ത് പോവാം. ഓക്കെ, ഒട്ടും എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് പോകാൻ പറ്റാവുന്ന ഒരു സെക്ഷനാണിത്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് ഞാൻ ഈ ട്രാവലിംഗ് വേവ്സിൻ്റെ പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. നല്ല ഈസി പ്രോബ്ലംസാണ്. നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റാവുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റാവുന്ന പ്രോബ്ലംസാണ് നമ്മുടെ ട്രാവലിംഗ് വേവ്സിൻ്റെ പ്രോബ്ലംസ്. കുറച്ചൊരു കൺസെപ്ച്വൽ കാര്യങ്ങളേ ഉള്ളൂ. ആ കൺസെപ്റ്റ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് എന്ത് ചെയ്യും തോന്നും. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലംസ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതോടുകൂടി നമുക്ക് സർജിമണൻസ് ലോഡിങ്സിൻ്റെയും കാര്യങ്ങൾ കഴിയും. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് എടുക്കണം. അപ്പോൾ ടോപ്പിക് എടുക്കുന്നതിന് മുന്നേ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.